ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സഭാ ശുശ്രൂഷകനെ കുറിച്ചാണ്. We will study in details about church officers. ശുശ്രൂഷാ വൃന്ദങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഇപ്പോൾ പൊതുവായി ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചിട്ട് നമ്മുടെ സമയം അനുസരിച്ച് അതിങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് പഠിപ്പിക്കുന്നതായിരിക്കും. ദൈവത്തിന് സ്തോത്രം. സഭാ ശുശ്രൂഷകൻ ക്രിസ്തീയ കൂടിവരവുകളിലെ ലീഡറാണ്. സഭാ ശുശ്രൂഷകൻ ആത്മീയ കൂട്ടായ്മയുടെ നേതാവാണ്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായം 28-ാം വാക്യം ഒന്ന് വായിക്കാമോ? ആക്ട്സ് ചാപ്റ്റർ 20 വേഴ്സ് 28. അപ്പോസ്തലപ്രവൃത്തി 20-ന്റെ 28. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവീൻ. സഭാ ശുശ്രൂഷൻ ക്രിസ്തീയ കൂടിവരവുകളിലെ ലീഡറാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകൻ ഒരു ആത്മീയ വഴികാട്ടിയാണ്, സ്പിരിച്വൽ ഗൈഡാണ്. ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നവനാണ്. ജനത്തിന് ഉപദേശവും ആലോചനയും പറഞ്ഞു കൊടുക്കുന്നവനാണ് സഭാ ശുശ്രൂഷകൻ. സഭാ ശുശ്രൂഷകൻ എന്ന് പറയുന്നത് ഒരു ചെറിയ സംഭവം ഒന്നുമല്ല. പാസ്റ്റർ ജോലി മാത്രമല്ല ഞാൻ പറയുന്നത്. സഭാ ശുശ്രൂഷകൻ എന്നുള്ളത് ദൈവത്തിൽ നിന്നുള്ള ഉന്നതമായ ഒരു നിയോഗമാണ്. ഹൈ കാളിംഗ് ആണ് അവർക്കുള്ളത്. A Christian pastor is a leader within a Christian congregation who provides spiritual guidance, conducts religious services, and offers advice and counsel to the community. ഒരു ദൈവവൃത്യൻ ആത്മീയ വഴി പറഞ്ഞു കൊടുക്കുന്നവനാണ്. ശുശ്രൂഷകൾ നടത്തുന്നവനാണ്. ഉപദേശവും ആലോചനയും ജനത്തിന് പറഞ്ഞു കൊടുക്കുന്നവനാണ്. ഇച്ചിരി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഞാൻ മുമ്പേ ഓർപ്പിച്ചു, ഒരു ശുശ്രൂഷകൻ സ്പിരിച്വൽ ലീഡറാണ്. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ദൈവദാസന്മാർക്ക് ഉണ്ടായിരിക്കണം. പാസ്റ്റേഴ്സ് ലീഡ് വർഷിപ്പ് സർവീസസ്. ആരാധന കൂട്ടായ്മകളൊക്കെ നടത്തുവാൻ സഭാ ശുശ്രൂഷകന്മാർ അറിഞ്ഞിരിക്കണം. അവിടെ ജോലികൾ ഒത്തിരി ഉണ്ട്. മനോഹരമായ പ്രസംഗങ്ങൾ പ്രസംഗിക്കുവാൻ തക്കവണ്ണം അവർ വിളിക്കപ്പെട്ടവരാണ്. ദൈവസഭയുടെ അനുഷ്ഠാനങ്ങൾ നടത്തുവാൻ അവർ നിയോഗിക്കപ്പെട്ടവരാണ്. അനുഷ്ഠാനം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ച പോലെ ജ്ഞാനവും തിരുവത്താഴവും ഒക്കെ നടത്താൻ അവർ വിളിക്കപ്പെട്ടവരാണ്. മാത്രമല്ല, എല്ലാ ആടുകൾക്കും എല്ലാ വിശ്വാസികൾക്കും കെയർ കൊടുക്കുന്നവനായിരിക്കണം ഒരു ദൈവദാസൻ. They offer support, guidance, and counseling to individuals and families within the church
ആൻഡ് ദ വൈഡർ കമ്മ്യൂണിറ്റി. ആർക്കൊക്കെയാണ് കെയർ കൊടുക്കേണ്ടത്? ഒരു ദേവദാസൻ വ്യക്തികൾക്ക് കെയർ കൊടുക്കണം, കുടുംബങ്ങൾക്ക് കെയർ കൊടുക്കണം. സഭയ്ക്കകത്ത് മാത്രമല്ല, എല്ലാ ദേവദാസന്മാരും ദൈവസഭയുടെ പൊതു സ്വത്താകയാൽ നമ്മുടെ സേവനം വൈഡർ കമ്മ്യൂണിറ്റിയിലേക്കും നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. ദൈവദാസന്മാര് ദൈവശാസ്ത്രത്തിൽ വിദ്യാഭ്യാസം നേടിയവരായിരിക്കണം. ദൈവവിളി ഉള്ള വ്യക്തി തിയോളജിക്കൽ എഡ്യൂക്കേഷൻ ലഭിച്ചാൽ അത് അവർക്ക് പ്രയോജനമാണ്. സുവിശേഷ വേലയ്ക്ക് വിളിയില്ലാത്തവൻ എത്ര പഠിച്ചാലും യാതൊരു പ്രയോജനവുമില്ല. കാരണം അവർക്ക് കോർഡിനേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ തന്നെ അവർക്ക് ആത്മീയ അധികാരവും ഉണ്ടായിരിക്കണം. ചുമ്മാതെ ഒരാൾ കോർഡിനേഷൻ കിട്ടത്തില്ല. വളരെ വേഗത്തിൽ ഓർഡിനേഷനൊക്കെ കിട്ടുന്ന ഒരുപാട് ആളുകൾ വിദേശ രാജ്യങ്ങളിലൊക്കെ വലിയ പ്രശ്നമില്ലാതെ ഓർഡിനേഷനൊക്കെ പലർക്കും കിട്ടാറുണ്ട്. ഞങ്ങളൊക്കെ നാട്ടിലായിരുന്നപ്പോൾ ഞങ്ങൾ ഓർഡിനേഷന് വേണ്ടി വളരെ പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ഏതാണ്ട് 63-ലധികം ദൈവദാസന്മാരുടെ മുൻപാകെ കൗൺസിലിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുകയും അങ്ങനൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇന്നേക്ക് 28 വർഷം മുമ്പ് ഓർഡിനേഷൻ കിട്ടിയത്. അതൊക്കെ ഓർക്കുമ്പോൾ ഇന്ന് ചിലർക്കൊക്കെ ഒന്നും അറിയാതെ ഇന്നലെ വന്നവർക്കും കിട്ടുന്നുണ്ട് ഓർഡിനേഷൻ. എന്താണെന്നൊരു പിടിയില്ല. നമ്മളോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ആൻസർ കൊടുത്ത് ശുശ്രൂഷയ്ക്ക് പ്രാപ്തനാണെന്നുള്ളത് കൗൺസിലിന് ബോധ്യമായതിനു ശേഷമാണ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഓർഡിനേഷൻ എനിക്ക് കിട്ടിയത്. ഓക്കെ, അന്നേരം തിയോളജിക്കൽ എഡ്യൂക്കേഷനും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും ഗുഡ് ടെസ്റ്റ് മണി വളരെ അത്യാവശ്യമാണ്. ഒരു ദൈവദാസന് ദൈവവചന പാണ്ഡിത്യം ഉണ്ടായിരിക്കണം. വണ്ടി ഓടിക്കാൻ അറിയാത്തവൻ വണ്ടി ഓടിക്കാൻ പോയാൽ എവിടെയെങ്കിലും പോയി ഇടിക്കും. അതുകൊണ്ട് ദൈവവേല ചെയ്യണമെങ്കിൽ ദൈവവചനം പഠിക്കണം. ചിലർക്ക് പറയും വചനം പഠിച്ചില്ലേ കുഴപ്പമൊന്നുമില്ല, ദൈവം എല്ലാം നേരിട്ട് തരുന്നുണ്ട് എന്ന് പറയാറുണ്ട്. ചിലർക്കൊക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. പക്ഷെ അതൊരു സിസ്റ്റമല്ല. അപ്പോസ്തലന്മാരെല്ലാവരും നന്നായി ദൈവവചനം പഠിച്ചവരാണ്. യേശുവിന്റെ തിരുപാദപീഠത്തിലിരുന്ന് 3.5 വർഷം യേശു തമ്പുരാൻ വളരെ മനോഹരമായ, ലോകത്തിലെ ഏറ്റവും വലിയ ഗുരുവാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. വളരെ മനോഹരമായ തിയറിയും അത് കഴിഞ്ഞ ശേഷം അവരെ പ്രാക്ടിക്കലിനും പറഞ്ഞു വിട്ട് തിയറിയും പ്രാക്ടിക്കലും പാസ്സായവരാണ് യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാര്. അത് പഠിപ്പിച്ചതാരാ? യേശു നേരിട്ട് പഠിപ്പിച്ചതാണ്. മനസ്സിലായോ? അങ്ങനൊക്കെ ഒരു അവസരം ഉണ്ടാകുവാണെങ്കിൽ അത് മതി. പക്ഷെ ഇന്നിനി അത് സാധ്യമാണോ എന്ന് അറിയത്തില്ല. ഇനി കർത്താവ് വന്ന് നമ്മളെല്ലാവരും പിടിച്ചിട്ട് പഠിപ്പിക്കുമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് കർത്താവ് അപ്പോയിന്റ് ചെയ്ത സ്ഥാപനങ്ങൾ നമ്മൾ പഠിക്കുക. ദൈവദാസന്മാര് വചനപ്രകാരം പറയുന്ന ആലോചനകൾ നമ്മൾ സ്വീകരിക്കുക. അത് മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് തിയോളജിക്കൽ എഡ്യൂക്കേഷൻ വേണം, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, പ്രായോഗിക ശുശ്രൂഷ വളരെ അത്യാവശ്യമാണ്. ആത്മീയ ശുശ്രൂഷയിൽ നമ്മൾ അറിയേണ്ടത് പ്രായോഗിക ശുശ്രൂഷയാണ്. അതറിയാൻ വയ്യാത്ത ഒരുപാട് ശുശ്രൂഷകർ ഇന്ന് ആത്മീയ മണ്ഡലത്തിലുണ്ട്. മനസ്സിലായോ? സ്നാനപ്പെടുത്തുമ്പോൾ പറയേണ്ട വാചകങ്ങൾ അതിന്റെ സിസ്റ്റം അറിയാത്തവരുണ്ട്. തിരുവത്താഴം നടത്തുമ്പോൾ അപ്പത്തിന് പകരം വീഞ്ഞെടുത്ത് വാഴ്ത്തി ആദ്യം കൊടുക്കുന്നവരുണ്ട്. അറിയത്തില്ല. അതുപോലെ തന്നെ ശവമടക്കിന്
മണ്ണ് വാരി കൈ പിടിച്ചിട്ട് അത് എവിടെ ഇടണമെന്ന് അറിയാത്ത ഉപദേശിമാരുണ്ട്. പ്രായോഗിക ശുശ്രൂഷ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ശരിക്ക് പഠിക്കണം. ദൈവനാമം ദുഷിക്കപ്പെടാനോ ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാനോ ഇടവരാതെ ഒരു കാര്യത്തെക്കുറിച്ച് അറിയുന്നില്ലെങ്കിൽ അറിയാവുന്നവരോട് വ്യക്തമായി ചോദിച്ച് അതിനെ കൃത്യത വരുത്തിയിരിക്കണം. മനസ്സിലായോ? ഗുഡ് ടെസ്റ്റിമണി, നല്ല സാക്ഷ്യമുള്ളവരായിരിക്കണം. നല്ല സാക്ഷ്യം, ഗുഡ് ടെസ്റ്റിമണി. After the ordination, the ministers will have special authority over the services and the people. ഓർഡിനേഷൻ പ്രാപിച്ചു കഴിയുമ്പോൾ അവർക്ക് തന്നെ ഒരു പ്രത്യേക അധികാരം ദൈവത്തിൽ നിന്ന് ലഭിച്ചതായിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകാനിടയായിത്തീരും. ദൈവം വിളിച്ചവർക്കാണ്, ദൈവം തിരഞ്ഞെടുത്തവർക്കാണ്, ദൈവം ആക്കി വെച്ചവർക്കാണ്, അല്ലാതെ എല്ലാവർക്കും അല്ല. ഇപ്പം ഞങ്ങളുടെ ഇവിടെ ഒരുപാട് പേർക്ക് ഓർഡിനേഷൻ ഒക്കെ ഉള്ളവരുണ്ട്. അവർക്ക് സഭയില്ല, ശുശ്രൂഷ എന്താണെന്ന് അറിയത്തില്ല. ചിലർ അതൊക്കെ കളഞ്ഞിട്ട് വീണ്ടും പഴയ പണിക്ക് പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. പേര് കേൾക്കാനല്ല ഓർഡിനേഷൻ, ദൈവനാമ മഹത്വമായിരിക്കാനാണ്. ശുശ്രൂഷയ്ക്ക് ഒരു പിൻബലമാണ് ഓർഡിനേഷൻ എന്ന് പറയുന്നത്. ആടുകളെ പരിപാലിക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ഒരു അധ്യക്ഷന്റെ ചുമതലയാണ് ആടുകളെ അല്ലെങ്കിൽ സഭാജനത്തെ പരിപാലിക്കുക എന്നുള്ളത്. 3 കാര്യങ്ങൾ ഓർക്കണം കേട്ടോ. ഇവിടെ പാസ്റ്റേഴ്സിനകത്തുണ്ട്. 1, പരിപാലന, കെയർ. ഈച്ച് പാസ്റ്റർ മസ്റ്റ് ഹാവ് കെയർ ഓവർ ദ ബിലീവേഴ്സ്. The second one, സംരക്ഷണം, the protection. നമ്മുടെ ആത്മാക്കളെ വല്ലവരും പിടിച്ചോണ്ട് പോകാതിരിക്കാൻ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. പിന്നെ കയറ് പൊട്ടിച്ചു പോകുന്നവരുണ്ട്, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല. പ്രൊട്ടക്ട് ചെയ്യുക. സിംഹവും കരടിയും ഒക്കെ വന്നപ്പോൾ ദാവീദ് ഓടിച്ചെന്ന് എന്ത് ചെയ്തു? സിംഹത്തെയും കരടിയെയും അടിച്ചു കൊന്ന് ആടിനെ രക്ഷിച്ചു. സംരക്ഷിക്കുക ലീഡറിന്റെ ചുമതലയാണ്. 3, ഗൈഡൻസ്, നിർദ്ദേശം. ജനത്തിന് നിർദ്ദേശങ്ങൾ കൊടുക്കണം, വഴി പറഞ്ഞു കൊടുക്കണം, ആലോചന പറഞ്ഞു കൊടുക്കണം. അന്നേരം വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ മിനിസ്റ്റർ? ഒരു ശുശ്രൂഷകന്റെ ചുമതല എന്തൊക്കെയാണ്? കെയർ, പ്രൊട്ടക്ഷൻ ആൻഡ് ഗൈഡൻസ്. ഇത് 3ഉം അറിഞ്ഞിട്ട് വേണം, മനസ്സിലാക്കിയിട്ട് വേണം ശുശ്രൂഷ ചെയ്യാൻ. പിന്നെ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്. ഒരു ദേവദാസനെ വിശ്വാസികൾ സഭയ്ക്കകത്ത് പൂട്ടിയിടാനാണ് പലപ്പോഴും നോക്കുന്നത്. എത്ര ശുശ്രൂഷയും കഴിവും ഒക്കെ ഉള്ളവരെ പിന്നെ അവരുടെ ലോക്കൽ ഏരിയ വിട്ട്, ഇപ്പം എറണാകുളത്തുള്ള ഒരു ദേവദാസനാണെങ്കിൽ അവിടെ ആ എറണാകുളം ഏരിയ വിട്ട് തിരുവനന്തപുരത്ത് പോകാൻ സമ്മതിക്കുകയില്ല, ഡൽഹിക്ക് പോകാൻ സമ്മതിക്കുകയില്ല, വിദേശത്ത് ഒട്ടുമേ പോകാൻ സമ്മതിക്കുകയില്ല. ഫാസ്റ്റ് പോയാൽ 1 മാസം അല്ലെങ്കിൽ 2 മാസം ഞങ്ങളുടെ സഭ മൊത്തം താറുമാറാകും. ചുമ്മാതെ അങ്ങനൊന്നും പോയില്ല. സഭ ദൈവത്തിൻ്റെതാ. 1 മാസത്തേക്കോ 2 മാസത്തേക്കോ ഒരു ദൈവദാസന് ഒരു ചർച്ചയില്ലെന്ന് പറഞ്ഞ് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അന്നേരം ഉത്തരവാദിത്വം ദൈവമക്കൾക്ക് കൂടണം, കുറച്ചുകൂടി ഉത്തരവാദിത്വം ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ. അന്നേരം ഒരു പാസ്റ്റർ ഒരു സമൂഹത്തിന്റെ പ്രതിനിധി കൂടെയാണെന്ന് ഓർക്കണം. മനസ്സിലായോ?
ഒരു ദേവദാസൻ ജനവുമായിട്ട് ആ, ഇടപഴകുവാനോ അവരുമായിട്ട് കണക്ട് ചെയ്യാനോ അവസരം കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ സഭ ആരും അറിയത്തില്ല, ജനം സഭയ്ക്കകത്ത് വരത്തില്ല. ആദ്യം നിങ്ങളുടെ ദൈവദാസൻ ആരാണെന്ന് നിങ്ങളുടെ കമ്മ്യൂണിറ്റി പ്രൂവ് ചെയ്യണം. അതിന് അവസരം ഉണ്ടാകണം. മനസ്സിലായോ? ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇനിയും ഒരു ശുശ്രൂഷകന്റെ വ്യക്തിപരമായ ജീവിതം, പേഴ്സണൽ ലൈഫ്, ഒരു ശുശ്രൂഷകന്റെ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ വ്യക്തിഗത ജീവിതം പരമപ്രധാനമാണ്. കാരണം ഞായറാഴ്ച ദൈവദാസന്റെ പ്രസംഗം കേൾക്കുന്ന ദൈവമക്കൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ ആ ദൈവദാസൻ എങ്ങനെ എന്തു ചെയ്യുന്നു എന്നുള്ളത് വീക്ഷിക്കുന്നവരാ. വിശുദ്ധിയെ കുറിച്ച് ഭയങ്കര പ്രസംഗമൊക്കെ പ്രസംഗിച്ചിട്ട് വിശുദ്ധിക്ക് വലിയ പ്രാധാന്യത കൊടുക്കാതെ ഒരു ശുശ്രൂഷകൻ പോയാൽ ദൈവമക്കൾ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു ദൈവദാസന്റെ പ്രസംഗവും ജീവിതവും ഒരുപോലെ ആയിരിക്കണം. ഒരു നാണയത്തിന്റെ രണ്ട് വശം പോലെ പ്രസംഗവും ജീവിതവും എന്തായിരിക്കണം? ഒരുപോലെ ആയിരിക്കണം. സ്തോത്രം. മാത്രമല്ല ദൈവഭയവും അല്ലെങ്കിൽ ദൈവഭക്തിയും വിശുദ്ധ ജീവിതവും ഒരു ദൈവദാസന് മസ്റ്റ് ആയിരിക്കണം, നിർബന്ധമായിരിക്കണം. ദൈവഭയം വേണം. ഇത് പാസ്റ്റർമാർക്ക് മാത്രമല്ല, അല്ലെങ്കിൽ ശുശ്രൂഷകന്മാർക്ക് മാത്രമല്ല, എല്ലാ വിശ്വാസികൾക്കും ആവശ്യമുള്ള കാര്യം കൂടാണ് ഇത്, കേട്ടോ. എല്ലാ ദൈവങ്ങൾക്കും ദൈവഭയം വേണം, വിശുദ്ധ ജീവിതം വേണം. നല്ല അവരിലെല്ലാം വ്യത്യസ്തമായ ഒരു റോൾ മോഡൽ ആയിരിക്കണം സഭ നടത്തുന്ന ദൈവദാസൻ. ജനത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. CP ജോൺസൺ പാസ്റ്ററെ കണ്ടില്ലല്ലോ ഇന്ന്. എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. സ്തോത്രം. ഒന്നും പറ്റാതെ ദൈവം സൂക്ഷിക്കട്ടെ. സ്തോത്രം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ജനം എപ്പോഴും സഭാശുശ്രൂഷകൻ പൂർണ്ണതയുള്ളവർ ആയിരിക്കണമെന്ന് ചിന്തിക്കുന്നവരാണ്, അല്ലേ? വിശ്വാസി ഇടയ്ക്ക് ഒരു കള്ളം പറഞ്ഞാലും പാസ്റ്റർ എങ്ങാനും ഒന്ന് നാക്കുവട വന്നു കഴിഞ്ഞാൽ ജനം വെറുതെ വിടത്തില്ല. വിടുവോ ബിനു ജെയിംസ് പാസ്റ്ററെ വിടുവോ? പറ. ഇല്ല, ഒരുത്തരം പെടത്തില്ല. എല്ലാ ബർത്ത്ഡേക്കും വിശ്വാസി വീട്ടിൽ കേക്ക് മുറിച്ചാലും പാസ്റ്റർ എങ്ങാനും ആയുസിൽ ഒരിക്കൽ ആരെങ്കിലും മാറ്റിക്കൊണ്ടൊന്ന് മുറിച്ചാൽ പാസ്റ്റർ ജീവിതം പോയി കട്ടപ്പോയ. അല്ലേ? ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവമക്കൾ എപ്പോഴും അവരുടെ കണ്ണ് അവരുടെ ശുശ്രൂഷന്മേലുണ്ട്. ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കണം ഞങ്ങളുടെ പാസ്റ്റർ എന്ന്. നാക്കിൽ പിഴ വരാൻ പാടില്ല, ജീവിതത്തിൽ പ്രശ്നം വരാൻ പാടില്ല, ഡീഡ്സിൽ കുഴപ്പം വരാൻ പാടില്ല. എല്ലാം ഇൻ എവരി ഏരിയ ഹി മസ്റ്റ് ബി പെർഫെക്റ്റ്. അങ്ങനെ ആഗ്രഹിക്കുന്ന ജനമാണ് നമുക്കുള്ളത്. ഒരു ദേവദാസൻ, എ മിനിസ്റ്റർ ഈസ് എ മാൻ ഓഫ് പ്രയർ. പ്രാർത്ഥനാ മനുഷ്യനായിരിക്കണം. അത് ഏത് ദൈവദാസനും, അത് സഭാശുശ്രൂഷകനാകട്ടെ, പ്രവാചകനാകട്ടെ, ഉപദേഷ്ടാവാകട്ടെ, സുവിശേഷകനാകട്ടെ,
whoever may be, ആരാണെങ്കിലും that person must be a man of prayer. പ്രാർത്ഥന മനുഷ്യൻ ആയിരിക്കും. ഞാൻ പഠിച്ച സെമിനാരിൽ പഠിച്ച എന്റെ ജൂനിയേഴ്സ് ഒക്കെ ഇതിനകത്ത് 1-2 പേരൊക്കെ ഉണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെയൊക്കെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് പോലൊന്നും അല്ല. ഇന്ന് ഒരു ബൈബിൾ കോളേജിലും കിട്ടാത്ത പഠനമാണ് കിട്ടിയത്. ഇന്നൊക്കെ BTH മാത്സ് 28 സബ്ജക്ട് കൂടിപ്പോയാൽ ചിലപ്പോൾ 30 കിട്ടും. ഞാനൊക്കെ പഠിക്കുമ്പോൾ 72 സബ്ജക്റ്റാണ് ഞങ്ങൾ പഠിച്ചത്. 72 സബ്ജക്ട്സ്. രാവിലെ 8 മണിക്ക് ക്ലാസ്സിൽ കയറിയാൽ വൈകിട്ട് 5 മണി വരെ ക്ലാസ്സുകളാണ്. അത് ഓരോ പീരീഡ് ആയിട്ട് തിരിച്ചാൽ ഉച്ചയ്ക്ക് ഒരു 45 മിനിറ്റ്സ്, പിന്നെ ലഞ്ച് ബ്രേക്ക് ഉണ്ട്, പിന്നെ മോർണിംഗില് ഒരു അരമണിക്കൂർ ചാപ്പൽ സർവീസ് ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു ദിവസം പഠിച്ചിട്ട് അത്രയും ലോങ് അവേഴ്സ് ക്ലാസ് കഴിഞ്ഞിട്ട് വന്ന് പിന്നെ ഹോസ്റ്റലിൽ വന്ന് ബുക്സ് വെച്ചിട്ട് നേരെ പോകുന്നത് ഹോസ്റ്റലിന്റെ മുകളിൽ, ടെറസിന്റെ മുകളിലോട്ടാ പോകുന്നത്. അവിടെ പോയിരുന്ന് ഒരു പുൽപ്പായിൽ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കും. അത് വളരെ സമയം പ്രാർത്ഥിക്കും. ജോസഫ് ചാക്കോ, ഞാൻ പറഞ്ഞു ശരിയല്ലേ? ശരിയാ സാറേ, ശരിയാ. ഞാനെല്ലാം ഓർക്കൊണ്ടിരിക്കാൻ സാർ. അതെ, ആ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ സ്വർഗം ഇറങ്ങി വരുന്ന പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥനയുടെ നന്മ ഇപ്പം സ്വപ്നം കാണാൻ പറ്റത്തില്ല അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ. മനസ്സിലായോ? അതുപോലുള്ള തിരക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്നാൽ അന്നത്തെ പ്രാർത്ഥന നമ്മുടെ മിനിസ്ട്രിയുടെ ഒരു ഫൗണ്ടേഷൻ ആയിരുന്നു. മനസ്സിലായോ? ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. 1 ശമൂവേൽ 12:23 വായിക്കാമോ? 1 ശമൂവേൽ 12:23. വേറൊരാൾ കൊലോസ്യർ 1:9. ആർക്കും വായിക്കാം. ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരരുതേ. ഞാൻ നിങ്ങൾക്ക് നല്ലതും ചൊവ്വുള്ളതുമായ ഇവിടെ ശമൂവേല് പറയുകയാണ്, ഞാൻ യഹോവയോട് പ്രാർത്ഥിക്കാതിരുന്നാൽ പാപം ചെയ്യാനിടവരും. പ്രാർത്ഥിക്കാതിരിക്കുന്നത് പാപമാണെന്ന ബോധ്യമുള്ളവനായിരുന്നു ശമൂവേൽ പുരോഹിതൻ. മനസ്സിലായോ? ശമൂവേൽ പുരോഹിതൻ ഒരു പുരോഹിതനാണ്, അവനൊരു പ്രവാചകനാണ്, ഒരു ന്യായാധിപനാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ യഹോവയോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ പാപം ചെയ്യും. ഈ വചനം കേൾക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ആരെങ്കിലും കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കുന്നുവെങ്കിൽ, അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. യു ഷുഡ് ബി എ മാൻ ഓഫ് പ്രയർ. നീ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരിക്കട്ടെ. കൊലോസ്യർ 1:9 വായിക്കാമോ? കൊലോസ്യർ 1:9. അതുകൊണ്ട് ഞങ്ങൾ കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ സഭയ്ക്ക് വേണ്ടി അവരെ കുറിച്ച് കേട്ടറിഞ്ഞ കാലം മുതൽ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജോലി അതാ. ഇന്നലെ ഞാനും സെല്ലിനും ഒക്കെ ഇരുന്ന് വളരെ സമയം ഞങ്ങളുടെ ചർച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മുടെ ജോലിയാണ്. ഞങ്ങൾ സഭയ്ക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ സെമിനാരിക്ക് വേണ്ടി, പഠിക്കുന്നവർക്ക് വേണ്ടി, അധ്യാപകർക്ക് വേണ്ടി എല്ലാം നമ്മൾ പ്രാർത്ഥിക്കുക. യെശയ്യാ പ്രവചനം 52:11 വായിക്കാം. യെശയ്യാ പ്രവചനം 52:11.
വിട്ടുപോരുവിൻ വിട്ടുപോരുവിൻ, അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവിൻ, അശുദ്ധമായതൊന്നും തൊടരുത്, അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവിൻ. യെശയ്യാവ് 52:11 വായിച്ചേ? അതെ. അതെ. ഒരു ദൈവദാസൻ പ്രാർത്ഥനാ മനുഷ്യനായിരിക്കണം. രണ്ടാമത് ഒരു ദൈവദാസൻ വിശുദ്ധനായിരിക്കണം. അശുദ്ധമായതൊന്നും തൊടാൻ പാടില്ല. അശുദ്ധമായതൊന്നും തൊടാൻ പാടില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള കാര്യം ഊഹിച്ചാൽ മതി. മനസ്സിലായോ? നമ്മുടെ പേര് തന്നെ ഹോളി പീപ്പിൾ എന്നാണ്. പുനഃകാലത്ത് എന്നാ പറഞ്ഞത്? കൂടെ കൂടെ നമ്മുടെ വഴിയായി പോകുന്ന ഈ മനുഷ്യൻ ദൈവപുരുഷൻ എന്ന് ഞാൻ കാണും, വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് കാണും. അതാണ് ടെസ്റ്റ് പണി. ഒരു ദൈവദാസന് ഉണ്ടാകേണ്ട മറ്റൊരു ക്വാളിറ്റിയുടെ പറഞ്ഞിട്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരാം. നാശത്തിലേക്ക് പോകുന്നവരോട് സ്നേഹവും ആർദ്രതയും സഭാ ശുശ്രൂഷകർ ഉണ്ടായിരിക്കണം. നമുക്കറിയാം, ഒരുപാട് ആളുകൾ നിത്യനരകത്തിലേക്ക് പോവാം. അവരോട് സ്നേഹം പ്രകടിപ്പിച്ചിട്ട് വേണം അവരോട് നമ്മൾ സുവിശേഷം പറയാൻ. ഞങ്ങളെല്ലാം വിശുദ്ധരാ, നിങ്ങൾ ആരും വിശുദ്ധരല്ല, അതുകൊണ്ട് നിങ്ങളുമായിട്ട് ഒരു കൂട്ടായ്മയില്ലെന്ന് പറഞ്ഞൊരു അകൽച്ച പ്രാപിച്ച് നമ്മൾ പോയാൽ ഒരു പ്രാവശ്യം പോലും അവരോട് ദൈവവചനം പറയാൻ നമുക്ക് അവസരം കിട്ടത്തില്ല. നമുക്കൊരു ആത്മഭാരം ഉണ്ടാകണം. ഞാൻ ഈ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോ പൈശാചിക പിന്നെ പല കോട്ടങ്ങളും ആളുകളും തിരക്കുകളും ഒക്കെ കാണുമ്പോൾ ഞാൻ ഒരു നിമിഷം ഉള്ളിൽ പ്രാർത്ഥിക്കും, കർത്താവേ, ഇവർ നശിച്ചു പോകാതെ സത്യം അറിയാനുള്ള കൃപ ഇവർക്ക് കൊടുക്കണേ ജീസസ്. അവരോട് ആർദ്രത ഉണ്ടായിരിക്കണം. കടിച്ചു കയറുന്ന പോലെ ചെന്നായിരുന്നു ആരും സുവിശേഷം കേൾക്കുകയില്ല. കൊണ്ട് ഇറച്ചിവെട്ടുകാരൻ സുവിശേഷം പറഞ്ഞത് നിങ്ങളുടെ മനസ്സിൽ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ഇറച്ചിവെട്ടുകാരൻ മാനസാന്തരപ്പെട്ടു. ഭയങ്കര തീഷ്ണതയാണ്, എല്ലായിടും സുവിശേഷം പറയാം. അന്നേരം ഒരു പാവം പിടിച്ച പെങ്കൊച്ച് ഇറച്ചി വാങ്ങിക്കാൻ അദ്ദേഹത്തിന്റെ കടയിൽ ചെന്നു. കടയിൽ ചെന്നപ്പോ, കൊച്ചേ, നീ മാനസാന്തരപ്പെട്ടാണോ? കൊച്ചു പറഞ്ഞില്ല. ഇത് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പുള്ളിക്കാരൻ കത്തിയെടുത്ത് ഇറച്ചി വെട്ടാൻ വേണ്ടി മൂർച്ച കൂട്ടുക. നീ മാനസാന്തരപ്പെട്ടല്ലേ? പെട്ടെന്ന് മാനസാന്തരപ്പെട്ടോണോ? കത്തി തേച്ചോണ്ടാ. ആ കൊച്ചു പേടിച്ചോടിപ്പോയി. നിങ്ങളുടെ ഇറച്ചിയും വേണ്ട, നിങ്ങളുടെ മാനസാന്തരം വേണ്ട, പോയി. അങ്ങനെ ഇടവരാൻ പാടില്ല. നമ്മൾ വിതയ്ക്കുന്ന വിത്ത് നല്ല നിലത്ത് വീഴാൻ വേണ്ടിയുള്ള നിലയിൽ വേണം വിതയ്ക്കാൻ. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം 31-ാം വാക്യം ഒന്ന് വായിക്കാമോ? അപ്പോസ്തലപ്രവൃത്തി 20:31. അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവിൻ. ആമേൻ. നോക്കണേ, ഇതാണ് പൗലോസ് അപ്പോസ്തലൻ ചെയ്ത ശുശ്രൂഷ. 3 വർഷം കണ്ണുനീർ വാർത്ത് ഓരോരുത്തരോട് ബുദ്ധി പറഞ്ഞ്. നമ്മൾ ഒരാളോട് സുവിശേഷം ഒരു ദിവസം പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ രണ്ടാമത് പറയാൻ നമ്മൾ താല്പര്യപ്പെടുകയില്ല. നമുക്ക് അവസരം കിട്ടുന്നതനുസരിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ എപ്പോഴെങ്കിലും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ദൈവം പ്രവർത്തിക്കും. കർത്താവിന്റെ ആറ്റിറ്റ്യൂഡ് ഒന്ന് നോക്കിക്കേ. മത്തായിയുടെ സുവിശേഷം 9:36. മത്തായിയുടെ സുവിശേഷം 9:36.
അവൻ പുരുഷാരത്തെ ഇടയനില്ലാതെ ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. നോക്കിയേ, ഇടയനില്ലാത്ത ജനത്തെ കണ്ടിട്ട്, ചിതറിയവരും കുഴഞ്ഞവരുമായിട്ടൊക്കെ കണ്ടിട്ട് യേശുവിന് മനസ്സലിഞ്ഞു. അഖിലാണ്ടത്തിന്റെ ഉടയവന് ജനത്തെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ആ മനസ്സലിവ് ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് നമുക്ക് ആ ആർദ്രതയിലേക്ക് വരാൻ കഴിയുന്നില്ല? യേശുവിന്റെ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. തന്നെ നമ്മുടെ വ്യക്തിപരമായ ജീവിതം പ്രാർത്ഥനാ ജീവിതമായിരിക്കണം, വിശുദ്ധ ജീവിതമായിരിക്കണം. രക്ഷിക്കപ്പെടാത്തവരോട് നമുക്ക് ആർദ്രതയും സ്നേഹവും നമ്മൾ പ്രകടിപ്പിക്കുന്നവരായിരിക്കണം. ഈ കാര്യം മറന്നു പോകല്ലേ. വ്യക്തിപരമായ ശുശ്രൂഷ ഓരോ ദൈവദാസനുണ്ട്. പേഴ്സണൽ മിനിസ്ട്രി എല്ലാവർക്കും കൺവെൻഷനിൽ വേദികളിൽ പ്രസംഗിക്കാൻ ഒത്തൊന്നു വരത്തില്ല. എന്നാൽ ചിലരുണ്ട് പേഴ്സണൽ ഇവാഞ്ചലിസം ചെയ്യുന്നത്. ഒരാളെ കൈ കിട്ടിയാൽ വളരെ കൃത്യം സിസ്റ്റമാറ്റിക് ആയിട്ട് ദൈവവചനം പറഞ്ഞു കൊടുത്ത് ആ വ്യക്തിയെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ധാരാളം ആളുകളുണ്ട്. മനസ്സിലായോ? തരം നമുക്ക് ഒരവസരം ദൈവം തന്നാൽ നാം അവരുടെ സുവിശേഷം പറയും. നമുക്ക് അതിനാളുണ്ടോ എന്നൊന്നും അറിയത്തില്ല. നമ്മുടെയൊക്കെ ആയുസിന്റെ ഒക്കെ പകുതി കൂടുതൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞു. ഇനി എത്ര നാളെന്ന് ദൈവം അറിയും. ഇനി ലഭിക്കുന്ന സമയമെങ്കിലും ഒരാളെയെങ്കിലും നേടാൻ ഒരു അവസരം ഉണ്ടായാൽ അത് ഭയങ്കര ഭാഗ്യമായിരിക്കും എന്നുള്ള കാര്യം ഓർക്കണം. ഒരുവന്റെ തെറ്റുകൾ ബോധ്യപ്പെടുത്താൻ ഒരു ദേവദാസന് കഴിവുണ്ടായിരിക്കണം. മനസ്സിലായോ? മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 15, 16, 17 വാക്യങ്ങളോട് നമുക്ക് വായിക്കാം. Gospel of Matthew chapter 18 verses from 15 to 17. നിന്റെ നിന്റെ സഹോദരൻ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധ്യം വരുത്തുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. അവൻ കേൾക്കാഞ്ഞാലോ നിന്റെ വാക്ക് കേട്ടാൽ നീ അവനെ നേടി. അന്നേരം നമ്മൾ ഒരുവൻ പിണങ്ങിയിരിക്കുകയോ അകന്നിരിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് ചെല്ലാൻ പറ്റുന്നിടമാണെങ്കിൽ, നമ്മളെ ഉൾക്കൊള്ളുന്നെങ്കിൽ, അച്ചായ ഇല്ല ബ്രദറെ ഇല്ല ആന്റി, ഇന്ന വിഷയത്തില് ഞാൻ ചിന്തിക്കുന്ന നല്ല കാര്യം, അതിന് മറുഭാഗമുണ്ട് എന്ന് പറഞ്ഞ് തെറ്റ് ബോധ്യപ്പെടുത്തിയാൽ നമ്മൾ അവരെ നേടി. അതൊരു വലിയ പ്രിവിലേജ് ആയിട്ട് നമ്മളത് കാണണം. മാത്രമല്ല, സഭാശിഷ്യന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഓരോ കുടുംബത്തിന്റെ അംഗമെന്ന നിലയിലായിരിക്കണം നിങ്ങളുടെ ശുശ്രൂഷ. മനസ്സിലായോ? അതുകൊണ്ട് അവിടെ എല്ലാ ആഭ്യന്തര കാര്യങ്ങളിൽ പോയി തലയിടണമെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു. മനസ്സിലായോ? ചിലരുണ്ട് വീട്ടിലെല്ലാം അറിഞ്ഞേക്കും, വരുമാനം എത്രയാണെന്നറിയണം, പിന്നെ അമ്മാച്ചന്റെ മോടെ വയസ്സറിയണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പേഴ്സണൽ കാര്യങ്ങൾ ദൈവത്തെ ഓർത്ത് ദൈവാസന്മാർ ആരും തലയിടാൻ പോകല്ല. അവർ പറയുകയാണ് കേൾക്കുക. സാലറി അറിയണം, വേറെ തൊഴിലൊന്നുമില്ല. ഇതിനൊന്നുമല്ല നമ്മളെ ദൈവം വിളിച്ചേക്കുന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി നമ്മളെ കൊണ്ട് പറ്റുന്ന ആത്മീയ ശുശ്രൂഷ കൈത്താങ്ങൽ ചെയ്യുക. അത് ഇതിനു വേണ്ടിയാണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. നമ്മളോട് പറയാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ച് പറയാൻ വേണ്ടി ശ്രമിക്കരുത്. അതിന്റെ ആവശ്യകത നമുക്കില്ല. ഞാൻ ഇന്ന് ഇത്രയും നാളായിട്ട് ഒരാളെ നിങ്ങളുടെ സാലറി എത്ര ഞാൻ ചോദിച്ചിട്ടില്ല. ഞാനത് അറിഞ്ഞിട്ട് എന്ത് സാധിക്കണം? എനിക്ക് സാലറി ചോദിച്ചിട്ടില്ല. പിന്നെ വയസ്സ് ചോദിക്കാൻ ഞാൻ പോകാറില്ല. എനിക്ക് എൻ്റെതായ ഒരു നിലവാരമുണ്ട്. അതിനപ്പുറത്തോട്ട് ഞാൻ പോകാറേ ഇല്ല. മനസ്സിലായോ? പ്രത്യേകിച്ച് വിശ്വാസികളുടെ അടുക്കള ഞാൻ എന്നെ വിളിച്ച് 1-2 പേർ അത്യാവശ്യമായിട്ട് 1-2 കാര്യങ്ങൾ, വാസ് ഇങ്ങോട്ട് വന്നാട്ടെ, എനിക്കിപ്പോൾ അങ്ങോട്ട് വരാൻ പറ്റത്തില്ല, അല്ല ഞാൻ വിശ്വാസികളുടെ ഒരു അടുക്കളയും കാണാൻ പോയിട്ടില്ല. അവിടെ ഇരിക്കുന്ന സ്റ്റവിനെ കുറിച്ച് എനിക്കറിയത്തില്ല, അവിടുത്തെ ഫ്രിഡ്ജിനെ കുറിച്ച് എനിക്കറിയാം. ഇതൊന്നും എന്റെ പാർട്ടല്ല, എന്നെ അതിനൊന്നും അല്ല വിളിച്ചേക്കുന്നത്. മനസ്സിലായോ?
പക്ഷെ ഇന്ന് അങ്ങനെയുള്ളവരെയാണ് ജനത്തിനൊക്കെ ഇഷ്ടമെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കറിയത്തില്ല. ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ആ പാസ്റ്റർ നല്ല പാസ്റ്ററാണ്. അങ്ങനെ തന്നെ പൊക്കോട്ടെ, നമ്മളതിനത് വിരോധിക്കുന്നില്ല. എന്റെ ആറ്റിറ്റ്യൂഡ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഓരോ ദൈവദാസനും ഓരോ കുടുംബത്തിന്റെ അംഗമായിരിക്കണം. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ അവർക്കൊരു പ്രശ്നം വരുമ്പോൾ ആ വേദന നമുക്കുണ്ടാകണം. കാരണം നമ്മളെ ഏൽപ്പിച്ചേക്കുവാണ് അവരെ, ആ കുടുംബത്തെ നമ്മളെ ഏൽപ്പിച്ചേക്കുവാ ദൈവം. മനസ്സിലായോ? പിന്നെ നമ്മൾ എല്ലാവരും ഒരുപോലെ കാണണം. ഈ ഒരു ചർച്ചിൽ ജോലിയുള്ളവർ കാണും, ജോലി ഇല്ലാത്തവർ കാണും. ശമ്പളം ഉള്ളവർ കാണും, ശമ്പളം കുറഞ്ഞവർ കാണും. ഒത്തിരി പഠിത്തമുള്ളവർ കാണും, പഠിപ്പ് കുറഞ്ഞവർ കാണും. പല ആംഗിളിലുള്ള ആൾക്കാർ നമ്മുടെ കൂടിവരവുള്ളൂ. പക്ഷെ എല്ലാവരും നമ്മൾ ഒരുപോലെ സ്നേഹിക്കാനും കരുതാനും, മനസ്സിലായോ? അവരുടെ പ്രാപ്തി പോലാണ് ദൈവാസന്മാരെ അവർ സഹായിക്കും. മനസ്സിലായോ? നമ്മളെ വിളിച്ചത് ദൈവമാണ്, നമ്മുടെ സ്പോൺസർ ദൈവമാണ്. ദൈവം നമ്മളെ നടത്തും. ഒരിടത്ത് കുറവ് വന്നാൽ മറുഭാഗം നിർത്താൻ ദൈവം ആരെങ്കിലും അയക്കും. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമേ ഇല്ല. ദൈവത്തിന്റെ വിശ്വസ്ത വളരെ വലുതാണ്. മനസ്സിലായോ? ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2006 അതെ 2006 ഞാൻ ഷാർജയിൽ ഒരു ചർച്ചിന്റെ ചുമതലയിൽ ഇരിക്കുമ്പോൾ വളരെ ഞെരുക്കം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഞെരുക്കമാണ്. ആ സമയത്ത് ആർക്കും അറിയത്തില്ല. എനിക്കും സെലിനും ദൈവത്തിനും മാത്രമേ അറിയത്തുള്ള കാര്യം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒന്നും വാങ്ങാനും പൈസയില്ല. വളരെ ഭാരപ്പെട്ടു. എങ്ങനെ മുന്നോട്ട് പോയി? ഗൾഫിലാണെന്നൊക്കെ ചിലർ ഈ വിദേശത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വലിയ പൈസയുടെ പുറത്ത് കിടക്കും. അങ്ങനൊന്നുമല്ല. പൂർണ്ണമായി കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാർക്ക് എൽക്കാലത്തും ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, ഞെരുക്കമുണ്ട്, സമ്പത്തുണ്ട്. അത് പ്രത്യേക ഒരു ഫ്ലെക്സിബിൾ രീതിയാണ് അവിടെ. സ്തോത്രം. ആ സമയത്ത് ഭയങ്കര ഞെരുക്കമാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ച് കിടന്നു. 12 മണി കഴിഞ്ഞപ്പോ ഞങ്ങളുടെ വീടിന്റെ ഫ്ലാറ്റിന്റെ അവിടെ നിന്ന് ഒരു കോളിംഗ് ബില്ല് കേട്ടു. രാത്രി, അർദ്ധരാത്രി. ഞങ്ങൾ കതവ് തുറന്നു നോക്കിയപ്പോ ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഓരോ സാധനങ്ങൾ വാങ്ങിച്ച് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക. നേരം ആ വന്ന ബ്രദർ പറഞ്ഞത്, അവര് ദുബൈയിൽ നിന്നാണ് വരുന്നവര്. അവര് പറഞ്ഞത്, ഞങ്ങൾ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു സൈമൺ പാസ്റ്റർക്ക് ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണം. അന്നേരം ഒരു വീട്ടിൽ എന്തെല്ലാം ആവശ്യമുണ്ട് അത് മുഴുവൻ ഇങ്ങനെ വണ്ടി നിറച്ച് സാധനമുണ്ട്. നമ്മളെ വിളിച്ചതാരാ? ഒരു പ്രസ്ഥാനമല്ല നമ്മളെ വിളിച്ചത്, നമ്മളെ വിളിച്ച ദൈവമാണ്. ഇന്നും അതുപോലെ ദൈവം നടത്തുന്നത്. ഇന്നും അതുപോലാണ് ദൈവത്തിന്റെ പ്രവൃത്തി. മനസ്സിലായോ? നമ്മുടെ ദൈവം വിശ്വസ്തനാ. കരമൊരുത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ജീസസ്. എന്റെ പെങ്ങള് മേഴ്സി മനോജ് ഇത് നമ്മുടെ സെമിനാരി MD പഠിക്കുന്നുണ്ട്, നിങ്ങൾക്കറിയാം. എന്റെ ഫാദർ 1997 ഈ ലോകത്ത് നിന്ന് മരിച്ചു. ദൈവസേനയിൽ ചേർക്കപ്പെട്ടു, പാസ്റ്ററായിരുന്നു. പിന്നെ വീടിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളെല്ലാം നമ്മുടെ മേൽ വന്നു. കുറച്ച് പ്രയാസങ്ങളൊക്കെ വന്നു. അന്ന് ഞങ്ങള് ചങ്ങനാശ്ശേരി ഈസ്റ്റ് സെന്ററിലെ കൊടിപ്പാറ ചർച്ചിൽ ശുശ്രൂഷിക്കേണ്ട ഒരു സാഹചര്യം വന്നു. ഞാൻ എറണാകുളത്തു നിന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ആയി. അന്ന് മേഴ്സിക്ക് ആലോചനയൊക്കെ നടക്കുന്ന സമയമാണ്. ദൈവങ്ങളുടെ വിശ്വാസത്തിന് ഉറപ്പിന് വേണ്ടി പറയുന്നൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ പിന്നെ കല്യാണാലോചനയൊക്കെ വന്നു. ഞങ്ങളുടെ അമ്മ ഇപ്പം വയ്യാതെ കിടക്കുന്ന അമ്മ അന്ന് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ശുശ്രൂഷാ സ്ഥലത്ത് വന്ന് പറഞ്ഞു, മോനെ മേഴ്സിയെ കാണാൻ ചെറുക്കൻ കൂട്ടർ വരുന്നുണ്ട്, ഇന്ന ദിവസം വരുന്നു, എന്നാ ചെയ്യേണ്ടിയെന്ന് ചോദിച്ചു. പപ്പ ഇല്ലല്ലോ, ഉത്തരവാദിത്തപ്പെട്ട് നടത്താൻ നമ്മളല്ലാതെ വേറെ ആരും ആ സമയത്തില്ല. ഞാൻ പറഞ്ഞു, അമ്മ ധൈര്യമായിട്ട് പൊക്കോ,
ആ സമയത്ത് എല്ലാ സാധനവും ഉച്ച കഴിഞ്ഞ് വരുന്നത് കൊണ്ട് നമുക്കൊരു കാപ്പിക്കുള്ള കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി, ഞാനെല്ലാം റെഡിയാക്കിക്കൊണ്ട് അങ്ങ് വരാവുന്നത്. എനിക്കന്ന് ആഴ്ച കിട്ടുന്ന സ്തോത്രാഴ്ച 30 രൂപയാണ്. 10 താഴെ വിശ്വാസികളേ ഉള്ളൂ. വിശ്വാസത്താലുള്ള പ്രഖ്യാപനമാണ് നമ്മുടെ കാര്യങ്ങൾ. അങ്ങനെ പിന്നെ അമ്മ അങ്ങ് പോയി. ആ സമയമായപ്പം ചെറുക്കനും വീട്ടുകാരും ഒക്കെ വന്ന് മേഴ്സിയെ കാണേണ്ട ദിവസം വന്നപ്പം 1 രൂപ കയ്യിലില്ല, ഒറ്റ രൂപ കയ്യിലില്ല. വണ്ടിക്കകത്ത് പെട്രോൾ അടിക്കാനുള്ള പൈസ ഇല്ല. വളരെ വിഷമായി. ആരോടൊന്നും തിരിച്ചു മറിക്കാനൊന്നും പറ്റുന്ന സാഹചര്യമൊന്നും അല്ല അവിടെ. ഒരു കുടുംബത്തിൽപ്പെട്ട കുറച്ച് പാവങ്ങളായ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ആർക്കും ഒന്നും വൃത്തിയില്ല. സെൽ എന്നോട് പറഞ്ഞു, എന്തായാലും നമ്മള് ചെല്ലണം, ചെന്ന കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുക്കണം. അതുകൊണ്ട് രാവിലെ ഒരുങ്ങിയിട്ട് പിന്നെ സെലും പെട്ടെന്ന് ഒരുങ്ങി, ഞാനും ഒരുങ്ങി ഞാൻ പറഞ്ഞു, നമ്മൾ എങ്ങനെ പോകും? അത്യാവശ്യമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെങ്ങന്നൂർ വാങ്ങിച്ച് കിടങ്ങന്നൂർ പോകണം, ഇത്രയും കാര്യം. സെലിന് പറയാണ്, നമുക്ക് പോസ്റ്റ്മാനെ ഒന്ന് കണ്ടാലോ? ഞാൻ പറഞ്ഞു, പോസ്റ്റ്മാൻ എന്നാ നമ്മുടെ റിലേറ്റീവ് വല്ലതും ആണോ? ആ, ഓരോ നിയോഗമാണ് പറയുന്നത് കേട്ടോ. പോസ്റ്റ്മാനെ എന്ത് നമ്മൾ കാണുന്നത്? പോസ്റ്റ്മാനെ കണ്ടിട്ട് എന്നാ കാര്യം ചോദിച്ചു. അല്ല, നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന 1 കിലോമീറ്ററേ ഉള്ളൂ പോസ്റ്റ് ഓഫീസ്. അവിടെ ചെന്നപ്പോ ഉണ്ട് ആ പോസ്റ്റ്മാന് അവിടുന്ന് ഇറങ്ങി ഏതോ ഒരു സ്ഥലത്ത് അവിടെ നിൽക്കുക, ഓപ്പോസിറ്റ് നിൽക്കുക. എന്നിട്ട്, സാറിനെ ഞാൻ ഒന്ന് തിരക്കിയിരിക്കുമായിരുന്നു, ഒരു രജിസ്റ്റർ ഉണ്ട്. അന്നേരം ആ രജിസ്റ്റർ കൊണ്ട് തന്നു, ഒപ്പിട്ട് ഞാൻ വാങ്ങിച്ചു. അതിന് മുമ്പും അതിന് ശേഷവും ആ വ്യക്തി എനിക്ക് 1 രൂപ പോലും തന്നിട്ടില്ല കേട്ടോ. അതും അറിയേണ്ട കാര്യം. അന്നേരം അതിനകത്ത് എഴുതിയേക്കുവാണ്, എൻ്റെ ഒരു കസിനാണ്, അത് എഴുതിയേക്കുവാണ്, അച്ഛാ ഞാൻ ഈ ഡ്രാഫ്റ്റ് എടുത്ത് വെച്ചിട്ട് കുറേ ദിവസങ്ങളായി, എനിക്ക് അയക്കാൻ സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് അയച്ചു തരുന്നത്. അന്നത്തെ കാലത്ത് 3000 രൂപ ഉണ്ടായിരുന്നു. ഇത് പോകുന്ന വഴിക്ക് ഞാൻ മാറി ചെങ്ങന്നൂർ ബേക്കറിയിൽ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു, വേണ്ടതെല്ലാം വാങ്ങിച്ചു പോയി കൊടുത്തു. ആരെങ്കിലും നോക്കിയാൽ സ്വയം ഭാഷകത്തിന് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല, കാരണം ദൈവം സമ്പന്ന. നമ്മളിപ്പോൾ അവിടെ ഉപയോഗിച്ചാൽ പറയുന്നത് നമുക്കറിയാം സംഭവം എന്നാണ്. അങ്ങനാണ് ദൈവം വിളിച്ചവരെ ദൈവം നടത്തുന്നത്. മനസ്സിലായോ? സ്തോത്രം. അങ്ങനെ ജീവിക്കുന്ന പല ദൈവാസന്മാർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ദൈവം നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കുമ്പോഴാകട്ടെ. അങ്ങനെ അവൻ ദൈവത്തോട് ഭയങ്കര സ്നേഹമാണ് നമുക്ക് വരുന്നത്, അല്ലേ? നമ്മുടെ നിർണായക ഘട്ടങ്ങളിൽ കർത്താവ് നമ്മെ സഹായിക്കുമ്പോൾ ദൈവത്തോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. അന്നേരം നമ്മളതുമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എവിടെ ആയിരുന്നു തുടങ്ങിയത്? വ്യക്തിപരമായ നമ്മുടെ ശുശ്രൂഷ, പേഴ്സണൽ ഇവാഞ്ചലിസം, അല്ലേ? ഒരുവന്റെ തെറ്റുകൾ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിവുണ്ടാകണം. ഓരോ ദൈവദാസനും ഓരോ കുടുംബത്തിന്റെ അംഗമായിരിക്കണം, അല്ലേ? അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സ്തോത്രം. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ ആ ഭാഗം നിർത്തുന്നു. റോമാലേഖനം 12:15. റോമർ 12:15. റോമർ 12:15. സന്തോഷിക്കുന്നവരോട് കൂടെ സന്തോഷിക്കുകയും കരയുന്നവരോട് കൂടെ കരയുകയും ചെയ്യുവിൻ. ആമേൻ. യേശുക്രിസ്തുവിന്റെ കീഴിൽ ലോകത്തിൽ നാം ആയിരിക്കുന്ന കാലം അത്രയും നമുക്ക് കർത്താവിന് വേല ചെയ്യാം. യേശുവിൻ കർത്താവ് എന്ത് ചെയ്തു? അതുപോലെ സന്തോഷിക്കുന്നവരോട് സന്തോഷിച്ചു, കരയുന്നവരോട് കരഞ്ഞു, അല്ലേ? നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കണം. മനസ്സിലായോ? രഹസ്യ ജീവിതം മാത്രമല്ല, പരസ്യ ജീവിതവും ഒരു ജീവിതാശനം. ഞാനൊരു ആത്മീയ മർമ്മം പറയാം, നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചോ. അതായത്, ഒരാളുടെ പരസ്യ ജീവിതം നല്ലതാകുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ രഹസ്യ ജീവിതം നല്ലതാകണമെന്നില്ല. ഒരാൾ കൈയടിക്കുന്നു, പാട്ട് പാടുന്നു, അന്യഭാഷ പറയുന്നു, ഹല്ലേലൂയ പറയുന്നു, പിന്നെ നല്ല ഉപദേശങ്ങൾ പറയുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ലതാണെന്ന്. പക്ഷേ
അദ്ദേഹത്തിന്റെ രഹസ്യ ജീവിതം അറിയുന്നത് ദൈവവും അവനും മാത്രമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരാളുടെ പരസ്യ ജീവിതം നല്ലതായിരിക്കുന്നത് കൊണ്ട് ആ വ്യക്തിയുടെ രഹസ്യ ജീവിതം നല്ലതാകണമെന്നില്ല. എന്നാൽ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കണം, ഒരാളുടെ രഹസ്യ ജീവിതം നല്ലതാണെങ്കിൽ അവന്റെ പരസ്യ ജീവിതവും നല്ലതായിരിക്കും. മനസ്സിലായോ? ഒരാളുടെ രഹസ്യ ജീവിതം നല്ലതായാൽ അവന്റെ പരസ്യ ജീവിതം എന്ത് ചെയ്യും? നല്ലതായിരിക്കും. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞ ഹൃദയം നിറഞ്ഞ് കവിയുന്നത് അത്ര വാ പ്രസ്താവിക്കുന്നത്. ഹൃദയത്തിനകത്തെന്തോ അതാണ് പുറത്തു വരുന്നത്. പിന്നെ പരസ്യ ജീവിതം നോക്കി ഒരാളെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റിയല്ല. എന്നാൽ ഒരാളുടെ രഹസ്യ ജീവിതം നല്ലതാണെങ്കിൽ അവൻ ദൈവസന്നിധിയിലും മനുഷ്യരുടെ മുമ്പിലും അവൻ നല്ലൊരു മനുഷ്യനായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവർത്തന പുസ്തകം 20-ാം അധ്യായം 27-ാം വാക്യം ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 20-ന്റെ-27. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. നോക്കണേ, അപ്പോസ്തലനായ പൗലോസ് നമുക്കൊരു എക്സാമ്പിൾ ആണ്, മോഡലാണ്. ഹി ഷുഡ് ബി എ മോഡൽ ടു അതേഴ്സ്. മറ്റുള്ളവർക്ക് ഒരു മാതൃകയാണ്. പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ സകലതും എന്ത് ചെയ്തു? വെളിപ്പെടുത്തി കൊടുത്തു. എഫെസോസിലുള്ള സമീപ പ്രദേശങ്ങളിലുള്ള ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും ഒക്കെ പൗലോസ് സ്തോത്രം സകല കാര്യങ്ങളും വെളിപ്പെടുത്തി കൊടുത്തു. നമ്മുടെ പബ്ലിക് മിനിസ്ട്രി ചെറിയ കാര്യമല്ല. 2-3 കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കട്ടെ. പരസ്യമായി പ്രാർത്ഥിക്കുവാൻ ഒരു ദൈവദാസൻ അഭ്യസിച്ചിരിക്കണം. ചിലർക്ക് ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. സഭായത്തിന് പ്രാർത്ഥന, കോട്ടേജ് മീറ്റിംഗ് പ്രാർത്ഥിക്കും, ആ പ്രാർത്ഥന ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിക്കും, ആ പ്രാർത്ഥന മരണ വീട്ടിൽ പ്രാർത്ഥിക്കും, ആ പ്രാർത്ഥന പിന്നെ യാത്രയപ്പിന് പ്രാർത്ഥിക്കും. ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ഒരു ചേഞ്ചും ഇല്ല. ചില സാക്ഷ്യം കേട്ടിട്ടില്ലേ? ഒറ്റ സാക്ഷ്യം, ഒരു മാറ്റവും ഇല്ല. കഴിഞ്ഞ ആഴ്ച മുതൽ ഈ ആഴ്ച വരെ കർത്താവ് നല്ലവനായിരുന്നു, വല്ലഭനായിരുന്നു. എന്തെങ്കിലും ഒരു ചേഞ്ച് ആ സാക്ഷ്യത്തിനകത്ത് കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇന്ന കാര്യം ചെയ്തു, ഞാൻ കർത്താവിന് വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പറയാൻ നമുക്ക് ഉണ്ടായിരിക്കണം. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ? കർത്താവ് നല്ലവനാ, അത് നമ്മൾ പറഞ്ഞില്ലെങ്കിലും കർത്താവ് നല്ലവൻ തന്നെയാ, മാറ്റം ഒന്നുമില്ല. ഉണ്ടോ? നമ്മള് ദൈവമക്കൾ എഴുന്നേറ്റ് കർത്താവ് നല്ലവനാണെന്ന് പറയുന്നോണ്ടാണ് കർത്താവ് നല്ലവനായിട്ടിരിക്കുന്നത്. ആ നല്ല ദൈവത്തിന് വേണ്ടി ചിലതൊക്കെ ചെയ്യാൻ നമുക്കുണ്ടായിരിക്കണം. ആ നല്ല ദൈവത്തിൽ ചിലതൊക്കെ പ്രാപിപ്പാനുള്ള ഹൃദയം നമുക്കുണ്ടായിരിക്കണം. അതായിരിക്കണം നമ്മുടെ സാക്ഷ്യം. സാക്ഷ്യം എന്ന് പറയുന്നത് എന്താ? നാം ദൈവത്തിന് വേണ്ടി ചെയ്തത്, ദൈവം നമുക്ക് വേണ്ടി ചെയ്തത്. പിന്നെ പ്രാർത്ഥനാ വിഷയങ്ങൾ ആഡ് ചെയ്തു, നോ പ്രോബ്ലം. ഇത് മൂന്നുമാണ് അതിനകത്ത് വരേണ്ടത്, സാക്ഷ്യത്തിനകത്ത് വരേണ്ടത് അതാണ്. ചിലർക്ക് സാക്ഷ്യം എന്നാന്ന് അറിയത്തില്ല, ചില പ്രബോധനമാണ്. പ്രബോധനം വേറെ. അന്നേരം പരസ്യമായി പ്രാർത്ഥിക്കുവാൻ അവൻ അഭ്യസിച്ചിരിക്കണം. പണ്ട് ഒരു സഹോദരൻ നാട്ടിൽ നിന്ന് ഡൽഹിക്ക് പോവാ. ആ സൃഷ്ടി താമസിച്ചാ ചെന്നത്. അന്നേരം ചെന്നപ്പോഴേ ആ വീട്ടിലെ ഡൽഹിക്ക് വന്ന സഹോദരൻ പറഞ്ഞു, പാസ്റ്ററെ വണ്ടി ഇപ്പം വരും, ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കണം. പുള്ളി പ്രാർത്ഥിക്കുക, ദൈവം ചില പറയും ആത്മാവിന്റെ നിയോഗമല്ലേ, ആത്മാവിന്റെ നിയോഗം ഒന്നും അവനെ പിടിച്ച കിട്ടിയല്ലോ. പുള്ളി നിന്നൊരു 1/2 മണിക്കൂർ അങ്ങ് പ്രാർത്ഥിച്ചു. കണ്ണു തുറന്ന് നോക്കിയപ്പോ ഡൽഹി പോണ പുള്ളി റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കും. പറയുന്ന പോലെ മനസ്സിലാകുന്നുണ്ടോ?
സമയം ചോദിക്കുന്നു, മനസ്സിലാക്കണം. നമുക്ക് സമയം വളരെ ശുശ്രൂഷയും ടൈം മാനേജ്മെന്റ് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. മനസ്സിലായോ? പ്രാർത്ഥന നല്ലതാ. അങ്ങനാണെങ്കിൽ നേരത്തെ വരണമായിരുന്നു. ഇത്രയും നേരം പ്രാർത്ഥിക്കണമെന്നൊരു ചിന്ത ഈ ദൈവാസ മനസ്സിലുണ്ടാകുന്നെങ്കിൽ 1 മണിക്കൂർ നേരത്തെ വാ. ഇറങ്ങുന്ന എപ്പോഴും നമ്മൾ ഒരു യാത്രയപ്പ് മീറ്റിങ്ങിന് പോകുമ്പോൾ അവരോട് ചോദിക്കണം, നിങ്ങൾ എപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്? അതനുസരിച്ചേ പോകാവൂ. മനസ്സിലായോ? അന്നേരം മരണ വീട്ടിൽ എങ്ങനെ പ്രാർത്ഥിക്കണം, വിവാഹത്തിന് എങ്ങനെ പ്രാർത്ഥിക്കണം, കൺവെൻഷൻ വേദികൾ എങ്ങനെ പ്രാർത്ഥിക്കണം. ഞാൻ ഇന്നെന്നാണ് ഓർക്കുന്നുണ്ട്, മാങ്ങാങ്കുടിയിൽ ഒരു ചർച്ചിൽ ഒരു ശുശ്രൂഷകൻ ചെന്നപ്പോൾ അവിടെ ഒരു ദൈവാസം വന്നിട്ടുണ്ട്. വന്നപ്പോഴേ എന്നോട് പറഞ്ഞു, പാസ്റ്റർ എന്റെ ഭാര്യ പ്രഗ്നന്റ് ആണ്, 8 മാസമായെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ അവസരം കൊടുത്തപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചതാ, കർത്താവേ എന്റെ ഭാര്യ വേഗത്തിൽ പ്രസവിപ്പാൻ കൃപ കൊടുക്കണേ, തരണേ. പറഞ്ഞാൽ മാസം തികയുന്നതിന് മുമ്പേ പ്രസവിക്കണമെന്ന്. അങ്ങനൊന്നും അല്ല പ്രാർത്ഥിക്കേണ്ടത്. പുള്ളിയുടെ മനസ്സിലിരിക്കുന്നത് തക്ക സമയത്ത് വിടുതൽ കൊടുക്കണമെന്നായിരിക്കും. പുള്ളിയുടെ ആവേശം കയറി പുള്ളി പ്രാർത്ഥിച്ചതാണ്, വേഗത്തിൽ എന്റെ ഭാര്യ പ്രസവിപ്പാൻ കൃപ കൊടുക്കണേ. ഒന്ന് മനസ്സിലായോ? അന്നേരം നമ്മൾ പ്രാർത്ഥിക്കുന്ന വാചകങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ നന്നായിട്ട് അറിയണം. മനസ്സിലായോ? സഭാ ശുശ്രൂഷകൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസഭയെ മുഴുവൻ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുകയാണെന്നുള്ള ചിന്ത ഉണ്ടായിരിക്കണം. ഒരു ദൈവാസം പ്രാർത്ഥിക്കുമ്പോൾ സഭ മുഴുവൻ ദൈവത്തിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്, സഭയുടെ പ്രതിനിധിയാണ്. മനസ്സിലായോ? ഇനി ബൈബിൾ വായിച്ചാലോ വ്യക്തതയോട് വായിക്കണം. അയ്യോ, ഞാൻ എൻ്റെ ഈ 40 വർഷത്തെ ശുശ്രൂഷ പരിചയത്തിൽ ധാരാളം തെറ്റുകൾ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരാള് 15ാം സംഘത്തിനും വായിച്ചത് ഇങ്ങനെയാണ്, ഞാൻ യഹോവേ നിന്റെ കൂടാരത്തിൽ 6 കാർ കയറി ചെല്ലും. യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും എന്നുള്ളതിനെ പുള്ളി എന്ത് ചെയ്തു, ഒരു കാറൂടെ അങ്ങ് ആഡ് ചെയ്തു. യഹോവേ നിന്റെ കൂടാരത്തിൽ 6 കാർ കയറി ചെല്ലും. ആ ധൃതി വെച്ച് വായിച്ചതാ. ഞങ്ങൾ പഠിക്കുന്ന സെമിനാരിൽ ഒരു സഹോദരി വായിച്ചതാണ്. ജോസഫ് ചാക്കോ എന്നുണ്ടോ എന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. സ്തോത്രം. ഒരു കന്യാസ്ത്രീ യേശുവിനെ അനുഗമിച്ചു. കനാന്യസ്ത്രീ എന്നുള്ളത് കന്യാസ്ത്രീ യേശുവിനെ അനുഗമിച്ചു. ശ്രദ്ധയില്ലാതെ വായിക്കുക. യോഹന്നാന്റെ സുവിശേഷം 15ാം അധ്യായത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനും ആകും. ഒരാൾ വായിച്ചതാ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി എന്റെ പിതാവ് തോട്ടക്കാട്ടുകാരനും ആകുന്നു. വ്യക്തതയില്ല. നീതിമാൻ എന്നേക്കും ഓമയിലിരിക്കുമെന്ന് ഓർമ്മ എന്നുള്ളത് ഓമയിൽ നിന്ന് അവിടെ പഴയ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഇത് ഇട്ടില്ല അവിടെ. അതുകൊണ്ട് പക്ഷെ ബോധമുള്ളവർ മനസ്സിലാകത്തില്ലേ, നീതിമാൻ ഓമയിലല്ല ഇരിക്കുന്നത്, ഓർമ്മയിലാണെന്നുള്ളത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം. ഒരു വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ വായിക്കുന്നവരുണ്ട്, അല്ലേ? നാൽപ്പത്തഞ്ചാം സംഖ്യത്തിൽ 9ാമത്തെ വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഒന്ന് വായിച്ചത് 45:9 വായിച്ചേ. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരിമാർ ഉണ്ട്. നിന്റെ വലത്തുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. അത് കല്യാണത്തിന് ഒരാൾ വായിച്ചതാ. എന്റെ വലത്തുഭാഗത്ത് ഓഫീസർ തങ്കമണി അണിഞ്ഞു നിൽക്കുന്നു. സക്കായി കാട്ടത്തിമേൽ കയറിയെന്ന ഒരാൾ വായിച്ചപ്പോൾ സക്കായി കാട്ടത്തിന്മേൽ കയറിയെന്നാ വായി.
മനുഷ്യർ തെറ്റ് വരാം, എങ്കിലും ഒരു വിശ്വാസി തെറ്റിക്കുന്ന പോലെ ഒരു ദൈവദാസന് തെറ്റ് വരാൻ പാടില്ല. അതാ ഞാൻ ഈ പറഞ്ഞു വിട്ടത്. മനസ്സിലായോ? നമ്മളിൽ ഒരു പൂർണ്ണത അവർ പ്രതീക്ഷിക്കുന്നത് കൊണ്ട് നമ്മുടെ ബൈബിൾ വായന എല്ലാം എന്തായിരിക്കണം? വളരെ പരിജ്ഞാനത്തോടുകൂടെ ആയിരിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. സ്തോത്രം. ബഹുമാനത്തോടെ വേണം നമ്മുടെ ശുശ്രൂഷകളൊക്കെ ചെയ്യാൻ. കത്രിമേശയ്ക്ക് വേദഭാഗം വായിക്കുമ്പോൾ വളരെ അനുതാപത്തോടുകൂടെ വേണം വേദഭാഗങ്ങൾ വായിക്കാൻ. ചിരിച്ചോണ്ടല്ല അന്നേരം വായിക്കേണ്ടത്. വിവാഹത്തിന് വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ സന്തോഷത്തോട് വായിക്കണം, കരഞ്ഞോണ്ടല്ല വായിക്കേണ്ടത്. മരണ വീട്ടിൽ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ പ്രത്യാശയോട് വേണം വായിക്കാൻ. സ്പഷ്ടമായിട്ട് വേണം. ഒരു വാക്യം ഒന്ന് എടുക്കാമോ? നെഹമ്യാവിന്റെ പുസ്തകം 8:8 വായിച്ച്. നെഹമ്യാവ് 8:8. ഇങ്ങനെ അവർ ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകം തെളിവായി വായിച്ചു കേൾപ്പിക്കുകയും വായിച്ചത് ഗ്രഹിപ്പാൻ തക്കവണ്ണം അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. എങ്ങനെയാണ് നെഹമ്യാവിന്റെ കാലഘട്ടങ്ങളിൽ മതിൽ പണിയോടനുബന്ധിച്ച് കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ബൈബിൾ വായിച്ചത് ക്ലിയർ റീഡിംഗ് ആയിരുന്നു. തെളിവോടെ സ്പഷ്ടമായി വായിക്കും. മനസ്സിലായോ? മുമ്പ് പറഞ്ഞ പോലെ ദൈവസഭയെ മേയ്പാൻ നിയോഗം പ്രാപിച്ചവനാണ് ശുശ്രൂഷകന്മാര്. ഓക്കെ, ഇനി 5 minutes ഷോർട്ട് ബ്രേക്ക്. ദൈവസഭയെ മേയ്പാൻ ദൈവം നിയോഗിച്ച വ്യക്തിയാണ് സഭാ ശുശ്രൂഷകൻ. അതാണ് അപ്പോസ്തലപ്രവൃത്തി 20:28 നമ്മൾ വായിക്കുന്നത്. ഓരോ ആടുകളുടെയും വ്യക്തിപരമായ ആവശ്യകത അനുസരിച്ച് ഉപദേശവും ബൈബിൾ പഠനവും ദൈവജനത്തിന് നൽകേണ്ടതാണ്. അത് ശുശ്രൂഷകന്റെ കടമയാണ്. ഒരു ദൈവദാസൻ ദൈവജനത്തിന് വചനം കൊടുക്കണം. പണ്ട് ഒരു ദൈവദാസൻ മറ്റൊരു ദൈവദാസനോട് ഇങ്ങനെ പറഞ്ഞു, എന്താണെന്ന് അറിയത്തില്ല പാസ്റ്ററെ, ആളുകളൊക്കെ ഇങ്ങനെ നമ്മുടെ സഭയിൽ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക, അവർ മറ്റു പലയിടത്തോട്ടൊക്കെ പോവുകയാന്ന് പറഞ്ഞു. ഇതിനെ കേട്ട പാസ്റ്റർ മറുപടി കൊടുത്തു, ഈ പച്ചവെള്ളം മാത്രം എത്ര നാൾ ആടുകൾ കുടിക്കും, ഇടയ്ക്ക് പിണ്ണാക്കൂടൊക്കെ കൊടുക്കണമെന്ന്. എപ്പോഴും ഹല്ലേലൂയ സ്തോത്രം മാത്രമല്ല ജനത്തിന് വേണ്ടുന്നത്. വചനം പറയണം, വചനം അവർക്ക് കൊടുക്കണം. ഓരോ ആഴ്ചയും ജീവിപ്പാൻ ആവശ്യമുള്ള ദൈവവചനം അവർക്ക് കൊടുക്കണം. അതിന് വചനം പഠിക്കണം, ദിവസം ഇരിക്കണം, വചനം ധ്യാനിക്കണം. കർത്താവോട് പറഞ്ഞ, കർത്താവേ ഈ ആഴ്ച എന്റെ ജനത്തിന് കൊടുക്കാനുള്ള ആഹാരം തരണം. ദൈവം ആലോചന തരും, അത് എഴുതി വെക്കണം. മനസ്സിലായോ? നമുക്കും തോന്നത്തില്ലേ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഫുഡ് കഴിച്ചാൽ കൊള്ളാമെന്നൊരു തോന്നൽ വരത്തില്ലേ? ആ തോന്നൽ വരുമ്പോൾ വീട്ടിൽ അത് ഉണ്ടാക്കി കിട്ടാനുള്ള സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ പുറത്തു പോവുകയില്ല. ജനത്തിന്റെ മനസ്സറിഞ്ഞ് ആഹാരം കൊടുക്കുവാൻ ശുശ്രൂഷകൻ തയ്യാറായിരിക്കണം. ഒരു വ്യക്തിയെ സ്നാനത്തിലേക്കും ദൈവകൃപയിലൊക്കെ ഒരുക്കി കൊണ്ടുവരേണ്ടത് ഒരു ദേവദാസന്റെ ചുമതലയാണ്. പഴയ നിയമ കാലഘട്ടത്തിൽ പുരോഹിതന്മാർ ജനത്തെ അനുഗ്രഹിച്ചിരുന്നു. ആ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി ജനം ഇങ്ങനെ തടിച്ചുകൂടുമായിരുന്നു.
ജനം കാത്തു നിൽക്കുമായിരുന്നു. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജനത്തെ അനുഗ്രഹിക്കണം. ദുരുപദേശങ്ങളിൽ നിന്നും ദുരുപദേഷ്ടക്കാരിൽ നിന്നും ജനത്തെ കാവൽ ചെയ്യുന്നവനാണ് ദേവദാസൻ. നമുക്കറിയാം, ഒരു ആട്ടിൻകൂട്ടം എന്ന് പറയുമ്പോൾ പലതുണ്ട്. ചെറിയ ആട്ടിൻകുട്ടിയുണ്ട്, രോഗം വന്നവർ ചിലപ്പം കാണാം, തള്ളയാട് കാണാം, പല നിലവാരത്തിലുള്ള ആടുകളുണ്ട്. അതുപോലാണ് ദൈവസഭയിൽ സമ്പന്നന്മാരുണ്ട്, പാവപ്പെട്ടവരുണ്ട്, പല ആളുകളുണ്ട്. അന്നേരം അല്പം പിന്നോക്ക നിലയിൽ നിൽക്കുന്ന, സാമ്പത്തികത്തിലും വിദ്യാഭ്യാസത്തിലും ഒക്കെ പിന്നോക്കം നിൽക്കുന്നവർക്ക് പ്രത്യേക പരിഗണന ദൈവാസന്മാർ കൊടുത്തിരിക്കണം. പണ്ടൊരു ഞാൻ ചർച്ചയിലിരുന്നപ്പോൾ ഒരു കുടുംബം ഒഴിച്ച് എല്ലാ വീട്ടുകാരും സമ്പന്നരായ വീട്ടുകാരായിരുന്നു. ആ പാവപ്പെട്ട വീട്ടിലെ അമ്മാമ്മ എപ്പോഴും ഞങ്ങളോട് പറയും, പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിലൊന്നും വരത്തില്ല, അവരുടെയൊക്കെ വീടുകളിലാണ് പോകുന്നത്. അവരുടെ ചിന്താഗതി പറയുകയാണ് അവര്. പക്ഷേ ഇത് മനസ്സിലാക്കി ഞാൻ ആഴ്ച 2 പ്രാവശ്യം ഒരു വീട്ടിൽ ഞങ്ങൾ കുടുംബമായിട്ട് പോകായിരുന്നു. എങ്കിലും പരാതി മാത്രമേ ഉള്ളൂ. എത്ര വിസിറ്റ് ചെയ്താലും പരാതി എന്താണെന്നറിയാമോ? പാസ്റ്റർ ഇന്നിന്ന വീടുകളിലൊക്കെയാണ് കൂടുതൽ പോകുന്നത്. കാരണം ഇവരുടെ ചിന്താഗതി എന്താണെന്നറിയാം, അവർ സമ്പന്നരായതുകൊണ്ട് പാസ്റ്റർ അവരോടാണ് സ്നേഹം, പാവപ്പെട്ട ഇവരോട് സ്നേഹമില്ല എന്നുള്ള നിലയിലായിരുന്നു. അന്ന് ഞാനൊരു അനുഗ്രഹം അവർക്ക് കൊടുത്തു. അമ്മാമ്മയുടെ ഒരു മകൾ സുവിശേഷ വേല ചെയ്യും. അങ്ങനെ അമ്മാമ്മയുടെ മോള് ഒരു ദേവദാസനെയാണ് കല്യാണം കഴിച്ചത്. അത് കഴിഞ്ഞപ്പോ ഒരിക്കൽ ഞങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു, അയ്യോ, സുവിശേഷ വേല എന്ന് പറഞ്ഞപ്പോ ശരിക്കും മനസ്സിലായി പാസ്റ്ററെ. മാത്രമല്ല ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു കേട്ടോ. മറ്റുള്ളവരുടെ ഒപ്പം എത്തത്തക്ക വിധത്തിൽ തലമുറകളൊക്കെ ദൈവം മാനിച്ചു. ദൈവം സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നത്, വിശ്വാസത്തിൽ ക്ഷീണിച്ചവരുണ്ട്, പുറകോട്ട് നിൽക്കുന്നവരുണ്ട്, പല നിലയിലുണ്ട്. അവരെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കണ്ണുകൾ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം 29-30 വാക്യങ്ങൾ വായിച്ച്. അപ്പോസ്തല പ്രവൃത്തി 11-ന്റെ 29-30. അപ്പോൾ യഹൂദയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായി ശിഷ്യന്മാരിൽ ഓരോരുത്തരും പ്രാപ്തി പോലെ കൊടുത്തയപ്പാൻ നിശ്ചയിച്ചു. അവർ അത് നടത്തി. ബർന്നബാസിന്റെയും അതായത് വിശ്വാസികളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുവാനൊരു മനസ്സ് ആദ്യ നൂറ്റാണ്ടിലെ സഭയ്ക്കുണ്ടായിരുന്നു. മനസ്സിലായോ? അത് ഇന്നും നമ്മളൊക്കെ ചെയ്യാറുണ്ട്. ഒരു അത്യാവശ്യം വന്നാൽ, ബുദ്ധിമുട്ട് വന്നാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ സഹായിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ട്. അത് ദൈവം ആ ചാരിറ്റി വർക്കിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. രക്ഷിക്കപ്പെടാത്തവരെ കണ്ടെത്തി അവരെ കർത്താവിലേക്ക് നടത്താനുള്ള ഉപദേശം സഭാംഗങ്ങൾക്ക് നൽകേണ്ടത് ശുശ്രൂഷകരാണ്. രക്ഷിക്കപ്പെടാത്ത വ്യക്തികളെ കണ്ടെത്തണം, അവരെ ക്രിസ്തുവിലേക്ക് നടത്താനുള്ള ഉപദേശം പറഞ്ഞു കൊടുക്കണം. വളരെ അത്യാവശ്യമാണ്. ഈ ശുശ്രൂഷകൾക്കൊക്കെ നമ്മൾ പോകുമ്പോൾ പലവിധമായ ശുശ്രൂഷകളുണ്ടല്ലോ. കുടുംബമായിട്ട് പോകണം ഒന്ന്, അപ്പോൾ തന്നെ ആരെങ്കിലും ഒരാളെ കൂടെ കൂട്ടി, ഏതെങ്കിലും സഹോദരന്മാരെ കൂടെ കൂട്ടിക്കൊണ്ടൊക്കെ പോകുന്നത് നല്ലതാണ്. അവർക്കും ഒരു പരിശീലനമാകും. ശുശ്രൂഷകളൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം, എന്താണെന്നൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ ഒരു ദിവസം ദേവദാസൻ ഇല്ലെങ്കിലും ആ ശുശ്രൂഷ ഭംഗിയായി നടത്താൻ അവരെ കൊണ്ട് പറ്റും.
ദൈവത്തിനും സഭയ്ക്കും ശുശ്രൂഷകൻ മാതൃകയായിരിക്കണം. മനസ്സിലായോ? ദൈവത്തിനും സഭയ്ക്കും ശുശ്രൂഷകൻ മാതൃകയായിരിക്കണം. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാം. ഒരു ദൈവദാസന്റെ ലക്ഷ്യം എന്താ? നമ്മള് സഭാശാസ്ത്രമാണ് പഠിക്കുന്നത്. സഭയെന്ന് പറയുമ്പോൾ വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമാണ്. ആ സഭയെ നടത്താൻ ഒരു ദൈവദാസനുണ്ട്. ഇപ്പോൾ ചർച്ചിന്റെ ഓഫീസസ് ആണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഒരു ദൈവദാസന്റെ ലക്ഷ്യം എന്താണ്? വാട്ട് ഈസ് ദ ഗോൾ ഓഫ് എ മിനിസ്റ്റർ? പറഞ്ഞാൽ. ആത്മാക്കളെ നേടുക എന്നതായിരിക്കും. അതെ, ആത്മാക്കളെ നേടുക. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഇത് ക്ലാസ്സാ, നിങ്ങൾക്ക് പറയാം. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുക. നമ്മൾ ആത്മാക്കളെ നേടാൻ പരിശ്രമിക്കുമ്പോഴും, നമ്മൾ സഭായോഗം നടത്തുമ്പോഴും, ബൈബിൾ ക്ലാസ് നടത്തുമ്പോഴും, സ്നാനം നടത്തുമ്പോഴും, പിന്നെ തിരുവത്താഴം നടത്തുമ്പോഴും, എന്ത് ശുശ്രൂഷ ചെയ്താലും ഒരു ദൈവദാസന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവനാമ മഹത്വമായിരിക്കണം. മനസ്സിലായോ? ദൈവനാമ മഹത്വമായിരിക്കണം. പണ്ടൊരാൾ കുറച്ചുപേരെ സ്നാനപ്പെടുത്തിയപ്പോൾ അദ്ദേഹം സ്നാനപ്പെടുത്തിയ വ്യക്തികളെക്കാൾ കൂടുതൽ കണക്ക് പറഞ്ഞപ്പോൾ കൂടെ നിൽക്കുന്ന ഒരാൾ ചോദിച്ചു, ദൈവാസൻ അത്രയും പേരെ സ്നാനപ്പെടുത്തിയില്ലല്ലോ, പിന്നെ എന്തിനാ അത്രയും കൂടുതൽ പറയുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു, കർത്താവിന് വേണ്ടിയല്ലേ, ഇരിക്കട്ടെ. മനസ്സിലായോ? അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്നില്ല. സ്വന്തം മഹത്വമല്ല നമ്മള് പറയേണ്ടത്, ദൈവനാമ മഹത്വമായിരിക്കണം. ഒരു വാക്യം ഒന്ന് എടുക്കാമോ? അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 20:33 ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 20. ഇപ്പോൾ ആ, ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. പൗലോസിന്റെ ലക്ഷ്യം നോക്കിക്കേ. ശുശ്രൂഷയിൽ പൗലോസിന്റെ ലക്ഷ്യം പണമല്ലായിരുന്നു, പ്രതാപമല്ലായിരുന്നു. പകരം പൗലോസിന്റെ ലക്ഷ്യം ജനത്തിന്റെ രക്ഷയും അവരുടെ വിശ്വാസത്തിലുള്ള സ്ഥിരീകരണവും. മുമ്പേ പറഞ്ഞ പോലെ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തണം. അതായിരുന്നു പൗലോസിന്റെ ലക്ഷ്യം. ദൈവനാമ മഹത്വമാണ് നമ്മുടെ ശുശ്രൂഷ എന്നുള്ള ലക്ഷ്യം നമുക്കുണ്ടെങ്കിൽ ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. 1 കൊരിന്ത്യർ 9:16 വായിക്കുമ്പോൾ സുവിശേഷം എന്ന് പറയുന്നത് ഒരു നിർബന്ധമായിരുന്നു. പൗലോസിന് നിർബന്ധമായിരുന്നു. എങ്ങനെയുള്ള നിർബന്ധം? ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ്, ഒരു മിഷനാണ് സുവിശേഷ വേല എന്നുള്ള ആ നിർബന്ധം. അല്ലാതെ സെൻട്രൽ പാസ് നിർബന്ധമോ വീട്ടുകാരുടെ നിർബന്ധമോ അല്ല സുവിശേഷ വേല. Paul had love on the gospel. സുവിശേഷ വേല സ്നേഹിച്ച ഒരു മനുഷ്യനായിരുന്നു പൗലോസ്. റോമർ 1:16 വായിക്കുമ്പോൾ I am debtor to both Jews and Greeks. യവനന്മാർക്കും യഹൂദന്മാർക്കും ഞാൻ കടപ്പെട്ടവനാണ്. സുവിശേഷ വേലയെ സ്നേഹിച്ചവനായിരുന്നു. സുവിശേഷം പറയാൻ, അത് ഷെയർ ചെയ്യാൻ ഭയങ്കര പാഷൻ ഉള്ള വ്യക്തിയായിരുന്നു പൗലോസ്.
സാധാരണ നിലയിലല്ല. He was prepared to suffer for Christ, even die. മരിക്കാം വരെ മനസ്സുള്ളവനായിരുന്നു പൗലോസ്. പൗലോസിനെ ഒന്ന് നോക്കിക്കേ. He had willingness to suffer. സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ മനസ്സൊരുക്കമുള്ളവനായി. അദ്ദേഹത്തിന്റെ ആ ത്യാഗ മനോഭാവവും ശുശ്രൂഷയെ ഓർത്തു നോക്കിക്കേ. കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, വിശപ്പ്, ദാഹം, കള്ളസ്വർണ്ണാപത്ത്, ചുരുക്കി പറഞ്ഞാൽ എന്തിനാണ് ഇതൊക്കെ പൗലോസ് സഹിക്കുന്നത്? പണമില്ലാഞ്ഞിട്ടാണോ? കുടുംബത്തില്ലാഞ്ഞിട്ടാണോ? വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടാണോ? എല്ലാം ഉള്ളവൻ ഒന്നുമില്ലാത്തവരെ പോലെ കർത്താവിന് വേണ്ടി നിൽക്കുന്നു. നോക്കിക്കേ. He invested his life in the church. ദൈവസഭയ്ക്കായി താൻ ഇൻവെസ്റ്റ് ചെയ്തു. യേശുവിന്റെ ശരീരത്തിന് വേണ്ടി താൻ ഇൻവെസ്റ്റ് ചെയ്തു. നിരന്തരം പ്രാർത്ഥിക്കുകയായിരുന്നു. വർക്കിംഗ് ടയർലെസ്ലി, അല്ലേ? വർക്കിംഗ്, ക്ഷീണം മാറ്റിവെച്ചിട്ട് കർത്താവിന് വേണ്ടി നിൽക്കുകയായിരുന്നു. ഞാൻ ഇന്നലെ അല്പം നേരത്തെ നിർത്തും. ശ്രദ്ധിച്ചാട്ടെ. ഒരു 4 കാര്യങ്ങൾ പറയാൻ ദൈവാസന്മാർ അത് എഴുതിയെടുത്തോണം. സഭാശുശ്രൂഷകന്മാർ എപ്പോഴും ആരായിരിക്കണം? നമ്പർ 1, എ മാൻ ഓഫ് പ്രയർ. പ്രാർത്ഥനാ മനുഷ്യനായിരിക്കണം. അത് മുമ്പ് നമ്മൾ ചിന്തിച്ചതാണ്. സെക്കൻഡ് 1, എ മാൻ ഓഫ് സിൻസിയറിറ്റി. ആത്മാർത്ഥതയുള്ളവനായിരിക്കണം. ഒരു വിശ്വാസിക്ക് ഒരു ദൈവദാസനെ വിശ്വസിക്കാൻ കൊള്ളണം. ആത്മാർത്ഥത. ഒരു കാര്യം ഒരാളോട് പറയരുതെന്ന് പറഞ്ഞ് നിങ്ങളുടെ ചെവിയിൽ ഒരു കാര്യം പറഞ്ഞാൽ അത് നിങ്ങളും അവരും മാത്രമേ അറിയാവൂ, വേറെ ആൾക്ക് കൊടുക്കല്ലേ. തല പോയാൽ കുമ്പസാര രഹസ്യം അച്ഛന്മാര് പറയത്തില്ല. പക്ഷെ നമ്മുടെ ഇടയിൽ ദുർഭാഗ്യവശാൽ അത് മറ്റൊരാൾ പറഞ്ഞില്ല, സമാനം വരികയില്ല. എന്താണെന്നറിയത്തില്ല. അന്നേരം ആത്മാർത്ഥത വേണം. 3, എന്തുവിശ്വാസം ഉണ്ടായിരിക്കണം. ഉത്സാഹം. ദൈവാസൻ ആത്മാവിൽ എരിവുള്ളവരായ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ദൈവത്തെ സേവിക്കണം. എ മാൻ ഓഫ് എന്തുവിശ്വാസം. 4, എ മാൻ ഓഫ് ഫെയ്ത്ത്ഫുൾനെസ്. വിശ്വസ്തത. അന്നേരം ഒരു ദൈവദാസൻ ഉണ്ടാകേണ്ട 4 കാര്യങ്ങൾ ഞാനോട് ഓർപ്പിച്ചു. 1, പ്രാർത്ഥന. 2, ആത്മാർത്ഥത. 3, ഉത്സാഹം. ഈ ഉത്സാഹം എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് എന്താ? ദൈവവചനം വായിക്കുന്നതിനകത്ത്, ആരാധിക്കുന്നതിനകത്ത്, സുവിശേഷം പറയാൻ, അതിനകത്തെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ മറ്റൊന്നും എടുക്കാഞ്ഞേ. ഉത്സാഹം, പിന്നെ വിശ്വസ്തത. കർത്താവിനെ അടുത്ത ക്ലാസ്സിൽ ഞാൻ റെസ്പോൺസിബിലിറ്റി പഠിപ്പിക്കാം. ആട്ടിൻകൂട്ടത്തെ കുറിച്ചുള്ള ഉത്തരവാദിത്വം. ഓക്കെ. ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു.